ഷിംജിതയെ അറഞ്ചം പുറഞ്ചം നാട്ടുകാർ തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകളടക്കം. അവരിപ്പോ മുങ്ങിയിരിക്കുകയാണ് പോലീസിന്റെ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട്. എന്തിനാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നിരിക്കെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ദീപക് ആത്മഹത്യ ചെയ്തത് ഷിംജിത കാരണമല്ലെന്നാണോ പറഞ്ഞു വരുന്നത് ഗൗതം? ഞാനല്ല, ദീപക് എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു? അങ്ങനെ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ആരും ചോദിക്കുന്നില്ല. ദീപക് ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്നുള്ളതിന്റെ ഉത്തരവാണ് ഷിംജിത് പങ്കുവച്ച വീഡിയോ മൂലമാണ് അയാൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് എന്നുള്ളതാണല്ലോ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് ഗൗതമിന് സംശയമായിട്ടുള്ളത്? അയാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഇത്തരത്തിൽ ഒരു സ്ത്രീ ഒരു വ്യാജമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം മനോധൈര്യം ഇല്ലാത്തവരാണോ ഈ നാട്ടിലെ പുരുഷന്മാരെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടമുണ്ട്. ഞാൻ ദീപത്തിന്റെ ആത്മഹത്യയിൽ വിഷമിച്ചുകൊണ്ടാണ് പറയുന്നത്. ദേവിയൊരു ഇത്തരത്തിലുള്ള വ്യാജ പരാതികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയമോ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാതിരിക്കുക. സവാദ് ആത്മഹത്യ ചെയ്തോ? സവാദ് ആത്മഹത്യ ചെയ്തോ? ഇല്ല. തിരിച്ചു ചോദിക്കട്ടെ, നവീൻ ബാബു ആത്മഹത്യ ചെയ്തു, എന്തിനായിരുന്നു? നവീൻ ബാബുവിന് നേരെ ഉണ്ടായതും വ്യാജ ആരോപണമാണ് എന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് അദ്ദേഹം ദീപകിനെ പോലെയല്ല, അതിനും ഉയർന്ന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ദീപകിനെക്കാളും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരു കളക്ടറുടെ പൊസിഷനിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇത്തിരി പോലും വ്യാജാരോപണം തനിക്ക് നേരെ ഉണ്ടായപ്പോൾ സഹിക്കാൻ വയ്യാതെ അതുപോലൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അപ്പൊ മനുഷ്യന്റെ മനസ്സിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ചിലർക്കത് താങ്ങാനുള്ള, ഈ സവാദിനെ പോലെ താങ്ങാനുള്ള ആ ഒരു മനോധൈര്യം ദീപകിനുണ്ടായിരുന്നിരിക്കില്ല. ദീപകിനെ പോലെ തന്നെ നവീൻ ബാബുവിനും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ലേ? അപ്പൊ ദീപകിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയല്ലേ ഗൗതം? ഇവിടെ ഈ ഷിംജിത ഇവർ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷെ ഇവർ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലത്തെ ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിത്തീരുക എന്നുള്ളതാണ്. റീൽസിന് വ്യൂവേഴ്സ് കൂട്ടുക എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്ന് മറ്റുള്ളവരെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരാളാണ് ഈ ഷിംജിത എന്ന് പറയുന്ന ഈ പെണ്ണ്. അപ്പൊ എങ്ങനെയാണ് അത് തെറ്റാവുന്നത്? അവരെ കാലഘട്ടം അവരെ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് റീൽസിന്റെ വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് ഫോളോവേഴ്സ് ഉണ്ടാവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യണമെന്നാണ് കാലഘട്ടം ഷിംജിതയെ കൊണ്ട് പഠിപ്പിക്കുന്നത്. ഷിംജിത തനിയെ രൂപപ്പെടില്ലല്ലോ. ഷിംജിത എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ന് ഗൗതം പറയുന്നത് എന്താ? ഞാൻ തെറ്റാണ് അല്ല, കാലഘട്ടം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നുണ്ട്, കൊന്നു കളയുന്നുണ്ട്, ഒരുപാട് മയക്കുമരുന്നും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഈ കാലഘട്ടത്തിന്റെ സ്വഭാവമാണെന്ന് കരുതിയിട്ട് നമ്മളും അതുപോലെ കാലഘട്ടം പഠിപ്പിച്ചതാണെന്ന് പറയാൻ പറ്റുമോ? കാലഘട്ടത്തിനെ തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കേണ്ടതുണ്ട് ഈ ഒരു സമയത്ത്. കാലഘട്ടം അങ്ങനെ ഓരോ സമയങ്ങളിലും ഘട്ടങ്ങൾ മാറിക്കൊണ്ട് തന്നെ ഇരിക്കും ഗൗതം. കാലഘട്ടം ഓരോ സമയത്തും മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. പണ്ടത്തെ കാലഘട്ടം അല്ലേ ഇപ്പോ. ആ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇപ്പോ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ വൈറലാവുകയാണ്. അവരതിൽ പറയുന്നത് നന്നായി എന്നാണ്. നന്നായി, കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത്, ഇനി തിരിച്ചാകട്ടെ. ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതെ ഇരിക്കുക. സ്ത്രീയാണേ പറയുന്നത്. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതെ ഇരിക്കുക. ഇനിയെങ്കിലും ബസ്സിൽ കയ്യും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കയ്യും കാലും അടക്കി വെക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ ശ്രീലക്ഷ്മി അറക്കൽ. പച്ചത്തെറിയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിനെതിരെ മെൻസ് അസോസിയേഷനും അതോടൊപ്പം തന്നെ അതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളും അല്ലാത്തവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മനോഭാവമുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ധൈര്യശാലികളായിട്ടുള്ള, ഇതൊക്കെയാണ് ധൈര്യം എന്ന് കരുതിക്കൊണ്ട് പോകുന്നവരോട് എനിക്ക് സാധാപം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നാട്ടില് ബസ്സിൽ സ്ത്രീകളെ ജാക്കി വെക്കുന്ന പുരുഷന്മാരുണ്ട് എന്ന അഭിപ്രായം ഐശ്വര്യക്കുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകളെ ബസ്സിൽ, തിരക്കുള്ള ഒരു ബസ്സിൽ
സ്ത്രീകളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലോ മാറിടത്തിലോ മറ്റു ഭാഗങ്ങളിലോ ഒക്കെ തൊടുന്ന പുരുഷന്മാരുണ്ടോ ഈ നാട്ടിൽ? ഉണ്ടാകും. ഉണ്ടാകുന്നല്ല, എല്ലാ നാട്ടിലും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ ഇത്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പ്രതികരിക്കാമല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ എത്ര സ്ത്രീകള് അത് സഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര സ്ത്രീകൾ അതിനെതിരെ പരാതി കൊടുക്കുന്നുണ്ട്? അത് സഹിക്കുക, പരാതി കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇരകളെ തപ്പി ഇറങ്ങുക ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മാതൃകയുണ്ട്. ഇവിടെ അതായത് ഈ സവാദ് എന്ന് പറയുന്ന ആള്, അയാള് എന്താണ്, ആ പെണ്ണിന്റെ പേര് എനിക്കറിയാൻ പാടില്ല, അവിടെ ഞാൻ കാണാറൊന്നുമില്ല. ആ പെണ്ണ് ഫേമസ് ആയത് എങ്ങനെയാ? ആ മോഡല് ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ലൈക്കും റീച്ചും ഫോളോവേഴ്സും വാങ്ങുന്ന ആ മോഡൽ ഉണ്ടല്ലോ, ആ മോഡൽ ഒരു വലിയ ഫേമസ് ആയത് ഈ സവാദിനെതിരെ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടാണ് അല്ലെ? അങ്ങനെയാണ് അവര് ഫേമസ് ആയത്. അപ്പം തീർച്ചയായിട്ടും എന്താ, ഞാൻ പേര് വിട്ടുപോയി അവരെ, ആ പെണ്ണ് മറ്റു സ്ത്രീകൾക്ക് നൽകുന്ന മാതൃക എന്താ? നിങ്ങൾക്കെതിരെ ബസ്സിൽ ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ എടുക്കുക, അതങ്ങ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഗൗതം പറഞ്ഞത് ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് റീച്ച് നേടുന്ന പെണ്ണെന്ന് പറഞ്ഞു. ശരീരം പ്രദർശിപ്പിക്കട്ടെ, അല്ലെങ്കിൽ പോൺ വീഡിയോയിൽ അഭിനയിക്കുന്നവരായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ സമ്മതം ഇല്ലാണ്ട് മറ്റൊരുത്തം തൊട്ട് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാനായിട്ട് പെണ്ണിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അവർ റിയാക്ട് ചെയ്യുക തന്നെ വേണം. ഇവിടെ നമ്മള് ആ സിറ്റുവേഷനിൽ, ആ ബസ്സിൽ ഇപ്പൊ പയ്യന്നൂർ സംഭവം, ആ ബസ്സിൽ ഞാനോ നിങ്ങളോ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ നടന്നത് എന്താണെന്ന് നമുക്ക് അറിയൂല. ഒരു പക്ഷേ ഇയാള് ദീപക്, ഞാൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ തീർത്തും ദുഃഖിതനാണ്. അയാൾ അവിടെ ഒരു പക്ഷേ ഇവരുടെ മാറിടത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ. ഗൗതമ വീഡിയോ കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് ഇന്റൻഷനലി അയാൾ തൊടുന്നതായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ സെക്കൻഡിലുണ്ടോ? അയാൾ കൈ എടുക്കുമ്പോ കൈ കൊള്ളുന്നുണ്ട്. പക്ഷെ ആ കൈ കൊള്ളുന്ന സമയത്ത് മേ ബി അതിനു മുമ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിട്ടിട്ട് പറയാം. ആ സമയത്ത് ആ പെണ്ണ് അത്രയും ക്ലാരിറ്റിയോട് കൂടി കൃത്യമായിട്ടും ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൈ തൊടുന്ന ആ സെക്കൻഡിൽ അവളുടെ മുഖത്തുണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് ശരിക്കും ഉണ്ടല്ലോ, ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫർ ഒക്കെ നല്ലൊരു പിക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ആ സാധനമാണ് ആ പെണ്ണിന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റില്ല. എങ്ങനെയാണ് അത്? എരപിടിയല്ലേ നടത്തിയത്? കാരണം ഇവിടെ തെറ്റില്ല ഞാൻ പറയാം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇൻഫ്ലുവൻസർമാർ, ഇവിടെയുള്ള യൂട്യൂബർമാർ, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ, ഇവരുടെ എല്ലാം മുഖത്ത് വിരിയുന്ന ഒരു ചിരിയാണ് ഈ സ്ത്രീയുടെ മുഖത്തും വിരിഞ്ഞിരിക്കുന്നത്. കാരണം അല്ലല്ല പറയട്ടെ, കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ലഭിച്ചിരിക്കുന്നു. അപ്പൊ മുഖത്ത് ചിരി വരില്ലേ? നിരപരാധികളെ പിടിച്ചിട്ടിട്ടല്ല കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്. അറിയാത്ത നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ പിടിച്ചിട്ടിട്ടല്ല കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്. നിരപരാധിയായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇത് അന്വേഷണം വരട്ടെ എന്നുള്ളതാണ്. ഷിംജിത സ്ഥിരമായിട്ട് അവരുടെ അവരുടെ സ്വന്തം വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരു ലേഡിയാണ്. അതിനിടയിൽ ഈ 1-2 ദിവസങ്ങളിൽ മാത്രമായിട്ട് അവര് വണ്ടി, ഒരു കുഴപ്പമില്ലാത്ത വണ്ടി അവർ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ബസ്സിൽ കയറുന്നതെന്ന് പറയുന്നു. അപ്പൊ അവർ ഇന്റൻഷനായിട്ട്, അവർക്ക് ഇതുപോലെ ഒരു വീഡിയോ തന്നെ ആയിരിക്കില്ലേ അവരുടെ ലക്ഷ്യം? അവിടെ എനിക്കറിയാൻ പാടില്ല. അല്ല, വണ്ടിക്ക് കുഴപ്പമില്ലാണ്ട് അവര് വണ്ടി കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ബസ്സിൽ കയറി പോകുന്നു എന്ന് പറയുന്നു. അപ്പോ ഇങ്ങനൊരു കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടായിരിക്കണമല്ലോ കയറിയത്. പിന്നെ ആ വീഡിയോക്കകത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാം, അത്യാവശ്യം നല്ല തിരക്കുള്ള വണ്ടി തന്നെയാണ് അത്. പക്ഷെ അവർക്ക് മാറി നിൽക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. ഒരാൾ തട്ടുമ്പോൾ അങ്ങ് മാറി നിന്നിട്ട് വീണ്ടും അയാൾ വന്നിട്ട് പുറകെ വന്ന് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ ആ ഷിംജിത പറയുന്ന വീഡിയോയിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പുരുഷന്റെ വ്രണിത വികാരങ്ങൾ, അതായത് സൗന്ദര്യമുള്ള വ്രണിത വികാരം ചിത്രീകരിച്ച് നാട്ടുകാരെ കാണിച്ച് അതിലൂടെ റീച്ചും ലൈക്കും നേടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഞാൻ ന്യായീകരിച്ചിട്ടില്ല, ഞാൻ അവസ്ഥ പറഞ്ഞതാണ്. അതാണ് സംഭവം. ഞാന് ഷിംജിതയ്ക്കൊപ്പമാണ് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഈ കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റാണ്. ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? നിങ്ങളൊരു സെലിബ്രിറ്റി ആയിട്ട് മാറിത്തീരണം, നിങ്ങളുടെ റീൽസിന് വ്യൂവേഴ്സ് ഉണ്ടാവണം. അല്ലല്ല, കാലഘട്ടം യഥാർത്ഥത്തിൽ നൽകുന്ന ഒരു മെസ്സേജ് ഇതാണ്. കാലഘട്ടം ആവശ്യപ്പെടുന്നു എന്നുള്ളത് ഒരാളുടെ തലയിലേക്ക് കൊണ്ട് കാലഘട്ടത്തിനെ നിരീക്ഷിക്കുന്നതിൽ ഐശ്വര്യക്ക് സംഭവിച്ച അഭാവമായിരിക്കാം ഒരു പക്ഷേ. ഞാൻ കാലഘട്ടത്തെ നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്.
ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് ഞാൻ അങ്ങ് തോറ്റു, ഞാനിപ്പോ എക്സാം എഴുതി 10ാം ക്ലാസ്സിൽ ഞാൻ തോറ്റു, അത് ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലാണ്ട് കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ എന്റെ വിധി അങ്ങനെയായിരുന്നു, എന്റെ കർമ്മഫലം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് എന്റെ തെറ്റാണ്. കാലഘട്ടം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം കൊണ്ട് ഒരാളുടെ തലയിലേക്ക് ചാർത്തി കൊടുക്കുന്നത് എന്തിനാ? കാലഘട്ടം ആവശ്യപ്പെടുന്നതെല്ലാം ഗൗതം ചെയ്യുവോ? ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് തന്നെ ഞാനത് ചെയ്തു, ഞാൻ ഒരാളെ കൊന്നു, കാലഘട്ടം എന്നോട് ആവശ്യപ്പെട്ടു. അല്ല, അങ്ങനെ ചിന്തിക്കാൻ ഐശ്വര്യക്ക് അതെങ്ങനെയാണ്? ഐശ്വര്യക്ക് അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടാകാം. പക്ഷെ നമ്മുടെ നാട്ടിലെ 90% ആളുകൾക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അവര് കാലഘട്ടം പറയുന്നതിന്റെ ഒഴുക്കിനനുസരിച്ചിട്ട് നീങ്ങുന്ന ആളുകളാണ്. അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഷിംജിത എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഷിംജിത എന്ന് പറയുന്നത്. അവരുടെ ഉദ്ദേശം എന്താ? ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയും പോപ്പുലർ ആകുക എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ മൊത്തത്തിലുള്ള, അവർ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിപ്പോ എല്ലാം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അതിന്റെ ഒരു മൊത്തത്തിലുള്ള അൽഗോരിതം എന്താണ്? എനിക്കറിയില്ല. ആ അൽഗോരിതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്തു കഴിഞ്ഞാൽ റീച്ച് ആണ് യഥാർത്ഥത്തിൽ. ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പൊതു തത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവണം, നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവണം എന്നാണ്. അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിന്റെ ആളാണ് ഷിംജിത. അവിടെ ഈ സവാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആളുകൾക്ക് മുമ്പിൽ നാണം കെടുത്തി ചിത്രീകരിച്ച ഒരു സ്ത്രീ ഉണ്ട് ഇവിടെ. ആ സ്ത്രീക്ക് കയ്യടി കിട്ടിയിട്ടുണ്ട്. ആ സ്ത്രീയെ കണ്ടിട്ടുള്ള ഒരാളാണ് ഈ ഷിംജിത എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം സ്ത്രീകളിലൂടെ ഈ ഷിംജിത ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം, സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, സിനിമയിൽ നെഗറ്റീവ് ക്യാരക്ടറും പോസിറ്റീവ് ക്യാരക്ടറും ഉണ്ട്. അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആണ്. അത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആൾക്കാർ ഷിംജിത കാലഘട്ടത്തെ ഉണ്ടാക്കാൻ നോക്കാണ്. ഷിംജിതമാരാണ് കാലഘട്ടത്തെ മേക്ക് ചെയ്യുന്നതെന്ന് ഗൗതമിനെ പോലുള്ളവർ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അത് എങ്ങനെയാണ് കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റ് ആണ് ഷിംജിത എന്നുള്ളതാവുന്നത്? പറഞ്ഞു കഴിഞ്ഞില്ലേ? അത് കാലഘട്ടം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയ കാലഘട്ടം യുവാക്കൾക്കിടയിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കിടയിലും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പോപ്പുലാരിറ്റിയാണ്. അത് ശ്രദ്ധേയനായി തീരുക എന്നുള്ളതാണ്. അത് റീൽസിന് വ്യൂവേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ നിലവിൽ നമ്മുടെ നാട്ടിലുള്ളൂ. ഒരുപാട് പേര് അതിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരിവിടെ ചെയ്തത് വ്യാജമാണോ? അത് വ്യാജമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ജയിലിനുള്ളിൽ ഇയാൾ ഇങ്ങനെ ചെയ്യാതെ മറ്റു ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഷിംജിത ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിനെ തൂക്കിയെടുത്തിട്ട് ജയിലിലിടണം എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല. അവരെ ജയിലിലേക്ക് ഇടണം എന്നുള്ളത് തന്നെയാണ്. ആ കുടുംബത്തിന് ഏക അത്താണിയായിട്ടുള്ള ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വേദന കണ്ടിട്ട് ശരിക്കും ദുഃഖം തോന്നുന്നുണ്ട്. അവർ വല്ലാതെ കരയുന്നത്. തൻ്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ പറയേണ്ടതും പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ ആത്മഹത്യ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരാൾ പോലും ആ കാര്യം പറയുന്നില്ല. എന്തിനാണ് ഇത്തരത്തിലുള്ള, ഇതൊക്കെ സില്ലി വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ. ഇത്തരം വിഷയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ആയിക്കോട്ടെ ഗൗതം, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സില്ലി വിഷയങ്ങളായിട്ട് ചിലപ്പോൾ നമുക്കത് തോന്നുന്നുണ്ടാവാം. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നവന്റെ ആത്മാഭിമാനത്തിന് തന്നെയായിരിക്കും. ആ ആത്മാഭിമാനം ഒരു ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കളങ്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ടും കൈവിട്ടു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതാണ് അയാൾക്ക് അവിടെ പറ്റിയിട്ടുള്ളത്. അയാൾ ഒരു രീതിയിലും എന്തിന്റെ പേരിലാണെങ്കിലും അയാളെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല, ഷിംജിതയെ ന്യായീകരിക്കാനും തയ്യാറല്ല. എന്റെ കണ്ണില് ഷിംജിത ചെയ്തത് അങ്ങേയറ്റം വൃത്തികേടാണ്, പോക്രിത്തരമാണ് കാണിച്ചത്. ഈ നാട്ടിൽ ഒരുപാട് തൊലിഞ്ഞ ഇൻഫ്ലുവൻസർമാരുണ്ട്. അതായത് വെറുതെ റീച്ചിനും ലൈക്കിനും ഷെയറിനും വേണ്ടി അസത്യം വിളമ്പുന്ന, ആളുകളെ പറ്റിക്കുന്ന, ഒരു ജെനുവിനിറ്റിയും പ്രകടിപ്പിക്കാത്ത കുറേയധികം ഇൻഫ്ലുവൻസർമാരുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസർമാരുടെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ ഷിംജിത എന്ന് പറയുന്നത്. അവർക്ക് അപ്പൊ ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ന്യായീകരിക്കാൻ പേരെങ്കിലും ഉള്ളപ്പോഴാണ് അവർക്ക് വളരാൻ വീണ്ടും തോന്നുന്നത്. എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ പിന്നെയും ചർച്ച ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്? മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നിപ്പോ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഒരിക്കലും ഷിംജിതയുടെ ഭാഗം നിന്നുകൊണ്ട് വേറൊരു മാധ്യമം സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഐശ്വര്യ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. തിരക്കുള്ള ബസ്സുകളിൽ
സ്ത്രീകളുടെ മാറിടത്തിലേക്കും മറ്റ് പല വശങ്ങളിലേക്കും കൈകൾ നീളുന്ന അല്ലെങ്കിൽ നോട്ടം നീളുന്ന ഒരുപാട് ആളുകൾ, പുരുഷന്മാരുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പരാതിപ്പെടാനോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനൊക്കെ എത്ര ആളുകൾക്ക് ധൈര്യമുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ. തിരക്കുള്ള ബസ്സുകളിൽ എന്നുള്ളത് മാത്രമായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ കൈ നീട്ടാനുള്ളവന്മാരാണെങ്കിൽ എവിടെ നിന്നിട്ടാണെങ്കിലും ഒരു കൈ നീട്ടും. അവരുടെ കൈ നീണ്ടുകൊണ്ടേയിരിക്കും. അതിന് തിരക്കുള്ള ബസ് വേണമെന്നൊന്നുമില്ല. പൊതുവഴിയിൽ വെച്ചിട്ട് അവന്മാര് കൈ നീട്ടും. അതിന് പോലീസ് പറഞ്ഞു തീർക്കട്ടെ. അതിന് പ്രതികരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രതികരിച്ചിട്ടുണ്ട്, ഞാനും പ്രതികരിച്ചിട്ടുണ്ട്. ഇത് പ്രതികരിക്കേണ്ടെന്നുള്ളതല്ല, പ്രതികരിക്കണം. അല്ലാതെ ഇത് റീച്ചിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കി പുറമെ ഈ മാധ്യമ ജഡ്ജിമാർക്ക് എന്തിനാന്നേ ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത്? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണോ ഇത് ചർച്ച ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ പരാതി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കുക. ആ ബസ്സിലെ കണ്ടക്ടറുടെ ഇന്റർവ്യൂ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അയാൾ ഇപ്പോ ഈ മരിച്ചതിന് ശേഷമാണ് അയാളുടെ ബസ്സാണെന്ന് പോലും അയാൾ അറിയുന്നത്. ആ ബസ്സിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് ഇവൻ കണ്ടക്ടറും അവിടെ കൂടെ ഉള്ളവർ ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് മാത്രം അറിഞ്ഞൊരു സംഭവം ഇതുപോലെ വീഡിയോയിൽ പകർത്തുന്നു, പുറത്ത് വിടുന്നു. ആ പുറത്ത് വിട്ടതിൽ പോലും ജെനുവിനായിട്ട് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു വിഷ്വലും അതിനകത്തില്ല. അറിയാതെ അയാൾ കൈ തട്ടുന്നതാണെന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും തോന്നാനുള്ളത് ഒരു കുന്തവും ഇല്ല അതിനകത്ത്. പിന്നെ അത് വെച്ചിട്ട് ഈ പ്രതികരിക്കണം, അല്ലാണ്ട് പ്രതികരിക്കാണ്ട് വിട്ടുകളയണമെന്നുള്ളതല്ല. എന്ന് വെച്ച് ഇങ്ങനെ കൈ നീളുന്നവന്മാരെ നോക്കി ബസ്സിൽ കയറാണ്ടിരിക്കാനും നമുക്ക് പറ്റില്ല. നമ്മളൊക്കെ പൊതുഗതാഗതം യൂസ് ചെയ്യുന്നവർ തന്നെയാണ്. ബസ്സിൽ വരേണ്ടി വരും. അപ്പോൾ ഈ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോഴത്തെ പാവം പിടിച്ച ചേട്ടന്മാർക്ക് പെണ്ണുങ്ങളുടെ സീറ്റിൽ വന്നിരിക്കാൻ പേടിയാ. പെണ്ണുങ്ങളുടെ സീറ്റിൽ ഒരു ഇതുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആണുങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റിലായിരിക്കും പെണ്ണുങ്ങൾ ഇരിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ കുറെ പാവം പിടിച്ച ചേട്ടന്മാർ വന്നിരിക്കില്ല നമ്മുടെ അടുത്ത്. അവർക്ക് പേടിയാ. അങ്ങനത്തെ ഉള്ള പുരുഷന്മാരും ഉണ്ട്. അല്ലാണ്ട് എല്ലാ പുരുഷന്മാരെയും ഒരേ കണ്ണോടുകൂടി മാത്രം അവരെല്ലാരും ഇങ്ങനെ കൈ നീണ്ടവന്മാരാണെന്ന് പറയാൻ പറ്റില്ല. പെണ്ണുങ്ങളും അങ്ങനെയല്ല. പെണ്ണുങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാവുന്നവരും ഉണ്ട്. പ്രതികരിക്കണം. എല്ലാ പെണ്ണുങ്ങളും പ്രതികരിക്കാൻ പഠിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇവൻ എൻ്റെ ചെറിയ മോളാണെങ്കിൽ പോലും ആരാണെങ്കിലും പ്രതികരിച്ച് തന്നെ വളരണം. അല്ലാതെ ഈ പറയുന്ന പോലെ റീച്ച് ഉണ്ടാക്കി നീ അത് വീഡിയോ എടുത്തോ നമുക്ക് റീച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞു വിടുകയല്ല വേണ്ടത്. അതൊക്കെ കാലഘട്ടത്തിന്റെ ആ സന്തതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കാലഘട്ടത്തിന്റെ സന്തതിയാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ സന്തതിയാണ് ഷിംജിത എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞു കേട്ടെ. കുറെ അധികം ഊള ഇൻഫ്ലുവൻസർമാർ, ആളുകളെ സ്വാധീനിക്കുന്ന കുറെ അധികം ഊള ഇൻഫ്ലുവൻസർമാർ, വായി തുറന്നാൽ കള്ളം മാത്രം പറയുന്ന, വിളമ്പുന്ന, വ്യൂവേഴ്സിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരുള്ള ഒരു കാലഘട്ടത്തിലെ സന്തതി തന്നെയാണ് ഷിംജിത. അതിന് ഒരു തരത്തിലുള്ള ഷിംജിതയെ നിർമ്മിച്ചത് കാലഘട്ടമാണ്. കാലഘട്ടത്തിന്റെ സന്തതി എന്നുള്ള വാക്യം ഞാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ കാലഘട്ടത്തോട് ഗൗതം കാണിക്കുന്ന ഏറ്റവും വലിയ അപമര്യാദയാണ് കാര്യം. കാലഘട്ടം നല്ലത് തന്നെയാണ്. അന്നും ഇന്നും ഒക്കെ ഫേമസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവര് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചിട്ട് അതിനകത്ത് ഞാൻ ഈ കാലഘട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാലഘട്ടം നല്ലതാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലാണ്ട് ഇതുപോലെയുള്ളവരുടെയാണ് കാലഘട്ടം എന്ന് വിചാരിക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ കാലഘട്ടം അത്രയും മോശമാണെന്ന് നമ്മൾ തന്നെ പറയുന്നതല്ലേ ഇത്? നമ്മുടെ കാലഘട്ടം അത്ര മോശമൊന്നും അല്ല ഗൗതം. നമ്മുടെ കാലഘട്ടത്തിന്റെ മോശം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചത് നല്ലതാണത്. സോഷ്യൽ മീഡിയ സ്പേസിന്റെ വൃത്തികേടുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിൽ നിന്ന് മാറി മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഷിംജിതയ്ക്ക് യഥാർത്ഥത്തിൽ അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പാവപ്പെട്ട ദീപക്കിനെ പോലും. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ചെറിയ നിസ്സാര വിഷയമാണ്. ഈ നിസ്സാര വിഷയത്തെ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിച്ച് ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രചരിപ്പിച്ചു. അതിന് ഒരുപാട് ലൈക്കും ഷെയറും റീച്ചും കിട്ടി. അപ്പൊ അത് കാണാൻ പോലും ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇയാൾ ആത്മഹത്യ ചെയ്തപ്പോൾ മാത്രമാണ് ആളുകൾക്ക് ഇതിപ്പോ ഇഷ്യൂ ആയിട്ടുള്ളത്. ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിലോ ഇവരാരോടെ നിൽക്കും? ഇയാള് ഈ ആത്മഹത്യ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ആരെ കൂടെ ഈ സമൂഹം നിൽക്കും? ഈ കുറ്റപ്പെടുത്തിയ അതേ ആളുകൾ ഷിംജിതയ്ക്കൊപ്പം നിൽക്കും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. ഈ സവാദ് എന്ന് പറയുന്ന ആള്, ആ സവാദ് എന്ന് പറയുന്ന ആളുടെ വീഡിയോ ചിത്രീകരിച്ച പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ പേര് എനിക്കറിയില്ല. ആ പെണ്ണിനെതിരെ വലിയ സപ്പോർട്ടും വലിയ പിന്തുണയായിരുന്നല്ലോ ഈ സമൂഹം കൊടുത്തിരുന്നത്. അവരും ഇതേപോലെ വീഡിയോ ചിത്രീകരിക്കുകയാണല്ലോ ചെയ്തത്. അവിടെ ഗ്രാവിറ്റി കുറച്ച് കുറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിഷയം. അല്ല, ഇവിടെ ഗ്രാവിറ്റി, ഇവിടെ ഇയാളെ ജസ്റ്റ് ഇവിടെ ഒരു ബസ്സിൽ പോകുമ്പോൾ, തിരക്കുള്ള ബസ്സിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കൈ അപ്പുറം ഇപ്പുറം ഒക്കെ മുട്ടും. അടുത്ത് സ്ത്രീകൾ നിൽക്കുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറം ഒക്കെ മുട്ടും. അതിന്റെ പുറത്ത് ഒരു പക്ഷേ യാതൊരു ഇന്റൻഷനും ഉണ്ടാവില്ല, ഒരു പക്ഷേ അതിന്റെ പുറത്ത് ഇന്റൻഷൻ ഉണ്ടാവും.
അത് വേറൊരു വിഷയമാണ്. ഇവിടെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അയാളുടെ പുറത്ത് ഇവരുടെ മനഃപൂർവ്വം ഇവരെ തട്ടണം എന്നുള്ളൊരു ഇന്റൻഷൻ ഇല്ലതായിട്ട് ആ ഷോട്ടിലൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷെ ഇയാളുടെ ഉള്ളിലിരിപ്പ്, ഈ ദീപകിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് അറിയൂല. അപ്പൊ അങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഷോട്ടിലൂടെ നമുക്ക് കാണാൻ പറ്റി സാധിക്കുന്നത്. ഈ സവാദിന്റെ വിഷയം എന്താ, അവിടെ ഗ്രാവിറ്റി വളരെ വലിയൊരു ഗ്രാവിറ്റിയാണ്. അടുത്ത് പോയി ഇരിക്കുകയും പിന്നെ മാസ്റ്റർബേറ്റ് ചെയ്തു എന്നാണല്ലോ അയാളുടെ ഒരു ഇഷ്യൂ. അപ്പൊ അത് വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചു. അപ്പൊ അത് കുഴപ്പമില്ല. അത് വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചത് കുഴപ്പമാണോ? അവിടെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നല്ലോ. സവാദിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല, ഞാൻ അതിനെപ്പറ്റി നോക്കിയിട്ടില്ല. പക്ഷെ ഈ ഒരു വിഷയത്തില് എനിക്കറിയില്ല, ഈ ഗ്രാവിറ്റിയുടെ കാര്യമൊക്കെ ഗൗതം പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൗതം. ഇതിനകത്ത് എന്താണ് ഗ്രാവിറ്റി ഒക്കെ വിട്, സവാദിന്റെ വിഷയം ഇയാളുടെ വിഷയം തമ്മിൽ വിട്. ഇതിനകത്ത് എന്താണ് മോശമായിട്ട് ഗൗതം കണ്ടിട്ടുള്ളത്? ഈ ഒരു വീഡിയോ, ഷിംജിത്ത് പുറത്ത് വിട്ട വീഡിയോയിൽ എവിടെയാണ് അയാൾ ഇന്റൻഷനലി ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്? എവിടെയെങ്കിലും കണ്ടിട്ടില്ല? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ കാണാത്തൊരു കാര്യത്തിന് അയാൾ അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ്? ഇദ്ദേഹത്തിന്റെ കൈയുടെ ഒരു ഭാഗം ഇവരുടെ മാറിടത്തിൽ മുട്ടുന്നതായിട്ട് അതിൽ കാണുന്നുണ്ട്. ഇവരെ പലവരും പറയുന്നത് എന്താ, ഇവർ മനഃപൂർവ്വം അടുത്ത് നിന്നുകൊണ്ട് കൈ തട്ടിപ്പിക്കുകയാണ് എന്നാണ് ഒരു കുറേ അധികം ആളുകൾ പറയുന്നത്. മറ്റ് ചില ആളുകൾ അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ, ഇവളെ അടുത്ത് പോയി നിൽക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇഷ്യൂ എന്ന് നമുക്കറിയില്ല. ഈ ഷോട്ട് മാത്രം, എൻ്റെ നിരീക്ഷണത്തിൽ ഈ ഷോട്ട് മാത്രം കണ്ടുകൊണ്ട് അവിടെ എന്താണെന്ന് സംഭവിച്ചതെന്ന് നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇദ്ദേഹത്തെ മനഃപൂർവ്വമായിട്ട് ഈ പെണ്ണ്, ഒന്നാമത്തെ കാര്യം ഈ വീഡിയോയുടെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോയുടെ തന്നെ ആവശ്യം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത് നിൽക്കുന്ന, ഇപ്പം ഞാൻ നാളെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ അറിയാതെ എൻ്റെ കൈ ചിലപ്പം മാറിടത്ത് തട്ടിപ്പോയെന്നിരിക്കും. അത് പക്ഷേ അവരുടെ മാറിടത്തിൽ തട്ടണം എന്ന ഉദ്ദേശത്തിൽ ഞാൻ ചെയ്തതായിരിക്കില്ല. ആ തിരക്ക് കാരണം ഒരു പക്ഷേ എനിക്ക് മനഃപൂർവ്വം ഇന്റൻഷനലി വേണമെങ്കിൽ തട്ടുകയും ചെയ്യാം. ഈ രണ്ട് കേസ് ഉണ്ടല്ലോ. അപ്പം ഇദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ നമുക്കറിയില്ല, ഇദ്ദേഹത്തിന്റെ കൈ അറിയാതെ വന്ന് തട്ടുന്നതാണോ അതോ ഇദ്ദേഹം മനഃപൂർവ്വം തട്ടുന്നതാണോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. മനഃപൂർവ്വം തട്ടുന്നവന്മാർക്കൊരു തട്ട് കൊടുക്കാനുള്ള കഴിവ് പെണ്ണുങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വിഷയം അവിടെ ഷിംജിത എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. കാലഘട്ടത്തെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റീച്ചും. ഗൗതം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അത്രയും മോശമാണെന്നാണ് ഗൗതം പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ കാലഘട്ടം, നമ്മള് കുഞ്ഞിന്റെ മാഷ് പറയുന്നത് പോലെ നാട് നന്നാവണോ, ഞാൻ നന്നാക്കണം, ഞാൻ നന്നാവണം, ഞാൻ നന്നായേ മാത്രമേ എനിക്ക് നാട് നന്നാക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ നന്നാവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇരുന്നിട്ട് പറയാം. അങ്ങനെ നന്നാവണം എന്ന് തോന്നണം. അല്ലാണ്ട് നമ്മുടെ കാലഘട്ടം മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത് ഗൗതം. നമ്മുടെ കാലഘട്ടം മുഴുവൻ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും സ്ഥാപിക്കുന്നില്ല, സത്യമാണ്. നമ്മുടെ കാലഘട്ടം പൂർണ്ണമായും മോശമാണെന്ന് ഞാൻ സ്ഥാപിക്കാൻ സമ്മതിക്കുന്നില്ല. 50-50 കൊടുക്കാം.